Hello all, welcome to this academy. RRB ഗ്രൂപ്പ് ഡി ഫൈനൽ റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ടുള്ള എക്കോണമിക് ക്ലാസ്സസിന്റെ രണ്ടാമത്തെ റിവിഷൻ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5-year പ്ലാൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5-year പ്ലാൻസ് എന്നുള്ള ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question. Which of the following 5-year plans in India focus primarily on the development of agriculture sector? Agriculture sector development primarily focus ചെയ്ത 5-year plan ഏതാണ് എന്നാണ് question. Option A, first 5-year plan. Option B, second 5-year plan. Option C, third 5-year plan. And option D, fourth 5-year plan. ഇത് ഏത് 5-year പ്ലാൻ ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഫോക്കസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് 5-year പ്ലാൻ. ഫസ്റ്റ് 5-year പ്ലാൻ ആണ് എന്ത് ചെയ്തത്, അഗ്രികൾച്ചർ സെക്ടറിനെ ഫോക്കസ് ചെയ്തത്. ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1951 മുതൽ 56 വരെയുള്ള പീരീഡ് ആണ് എന്ത് ഫസ്റ്റ് 5-year പ്ലാനിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ 5-year പ്ലാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1951-ലാണ്. 1950-ൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തു. ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു, 1950-ൽ സെറ്റപ്പ് ചെയ്തു. 1950-ൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ആൻഡ് 1951-ലാണ് എന്ത് ചെയ്യുന്നത് 5-year പ്ലാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയുള്ള പീരീഡ് ആണ്. ആൻഡ് ഫസ്റ്റ് 5-year പ്ലാൻ ഫോക്കസ് ചെയ്ത് അഗ്രികൾച്ചർ സെക്ടറിനെയാണ്. അഗ്രികൾച്ചർ സെക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് 5-year പ്ലാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇറിഗേഷൻ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഡാം പ്രൊജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ കൺസ്ട്രക്ട് ചെയ്ത മേജർ ഇറിഗേഷൻ പ്രൊജക്ട്സ് ഓർ ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത് ബക്രാനങ്കൽ ഡാം. ബക്രാനങ്കൽ ഡാം ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിലാണ്, ബക്രാനങ്കൽ ഡാം. അതുപോലെ തന്നെ ഹിരാക്കുഡ് ഡാം, ഹിരാക്കുഡ് ഡാമും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിലാണ്. ഹിരാക്കുഡ് ഡാം വാസ് ഓൾസോ കൺസ്ട്രക്റ്റഡ് ഉണ്ട് ഫസ്റ്റ് 5-year പ്ലാൻ. അതുപോലെ തന്നെ മേട്ടൂർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതും ഈ ഒരു ഫസ്റ്റ് 5-year പ്ലാന്റെ അണ്ടറിലാണ്. ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ തന്നെയാണ് മേട്ടൂർ ഡാം എന്ത് ചെയ്യുന്നത് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ ഫസ്റ്റ് 5-year പ്ലാന്റെ ടെന്യൂറിൽ എന്ത് ചെയ്തു, നമ്മൾ 5 IITs എസ്റ്റാബ്ലിഷ് ചെയ്തു. 5 IITs എസ്റ്റാബ്ലിഷ് ചെയ്തു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്ത് ചെയ്തു ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് IIT ഖരഗ്പൂർ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത IIT. ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT എന്ന് പറയുന്നത് IIT ഖരഗ്പൂർ ആണ്. 1951-ലാണ് എന്ത് ചെയ്യുന്നത് IIT ഖരഗ്പൂർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൂടാതെ 4 IITs കൂടി എന്ത് ചെയ്തു ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് ഫസ്റ്റ് 5-year പ്ലാന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 5-year പ്ലാൻ ടാർഗറ്റ് ചെയ്തത് 2.1% ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ടായിരുന്നു. നമ്മുടെ എക്കോണമിയിൽ 2.1% ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് 5-year പ്ലാൻ ടാർഗറ്റ് ചെയ്തത്. ആൻഡ് നമ്മൾ അച്ചീവ് ചെയ്തത്, നമുക്ക് എത്ര അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റിനേക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ദാറ്റ് ഈസ് 3.6%. സോ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. ആൻഡ് നമ്മൾ അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.6% ആണ് അണ്ടർ ദി ഫസ്റ്റ് 5-year പ്ലാൻ. Next question. The second 5-year plan was based on the dash. Second 5-year plan ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാരോ ഡോമർ മോഡൽ, ഓപ്ഷൻ ബി മെഹൽനോബിസ് മോഡൽ, ഓപ്ഷൻ സി കെയ്നീഷ്യൻ മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി നെഹ്റു മോഡൽ. സെക്കൻഡ് 5-year പ്ലാൻ ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മെഹൽനോബിസ് മോഡൽ. സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ മെഹൽനോബിസ് മോഡൽ. മെഹൽനോബിസ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണെന്ത് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അതേസമയം ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഹാരോ ഡോമർ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ഹാരോ ഡോമർ മോഡൽ. ഹാരോ ഡോമർ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി മെഹൽനോബിസ് മോഡൽ. സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് മെഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്ന
ഹാരോ ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഫോക്കസ് ചെയ്യുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനിലാണ്, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അഗ്രികൾച്ചറൽ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഒരുപാട് സ്റ്റീൽ ഫാക്ടറീസ് എന്ത് ചെയ്തു നമ്മൾ ഇന്ത്യയിൽ സ്റ്റീൽ പ്ലാന്റ്സുകൾ നമ്മൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ബേസിസിൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ കൺട്രീസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the following steel plants set up during the second 5 year plan with their foreign collaborators. സെക്കൻഡ് 5 ഇയർ പ്ലാൻ അണ്ടറിൽ ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഈ സെക്കൻഡ് 5 ഇയർ പ്ലാൻ അണ്ടറിൽ ഈ 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫോറിൻ കൺട്രീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്, ഫോറിൻ കൺട്രീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. സോ ഓരോ സ്റ്റീൽ പ്ലാന്റും ഏത് ഫോറിൻ കൺട്രിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്, റൈറ്റ് സൈഡിൽ കൊളാബറേറ്റിംഗ് കൺട്രീസ് ഉണ്ട്. സ്റ്റീൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ് റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ. കൊളാബറേറ്റിംഗ് കൺട്രീസ് ഏതൊക്കെയാണ് USSR, UK, വെസ്റ്റ് ജർമ്മനി. ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഏത് സ്റ്റീൽ പ്ലാന്റ് ഏത് ഫോറിൻ കൺട്രിയുടെ ഹെൽപ്പോട് കൂടിയാണ് കൊളാബറേഷനോട് കൂടിയാണ് സെറ്റപ്പ് ചെയ്തതെന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ A 1A 2B 3C, ഓപ്ഷൻ B 1C 2A 3B, ഓപ്ഷൻ C 1B 2C 3A ആൻഡ് ഓപ്ഷൻ D 1A 2C 3B. ഇനി നമുക്ക് ഓരോന്ന് മാച്ച് ചെയ്ത് നോക്കാം. റൂർക്കേല എന്നുള്ള ഈ ഒരു സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ്. റൂർക്കേലയിലെ സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ്. പ്രൊണൗൺസിയേഷൻ വെച്ച് ഓർത്തിരിക്കാം. റൂർ ജർമ്മനി, ആ ഒരു പ്രൊണൗൺസിയേഷൻ വെച്ച് ഓർത്തിരിക്കുക. റൂർക്കേല എന്ന് പറയുന്നത് വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ്. റൂർക്കേല എന്ന് പറയുന്നത് വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഭിലായ് എന്ന് പറയുന്നത് USSRന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഭിലായ് എന്ന് പറയുമ്പോൾ ബിഗ് എന്ന് ഓർത്താൽ മതി. സോ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് കൺട്രി ഏതാണ്? റഷ്യയാണ് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് കൺട്രി. ഭിലായ് എന്ന് പറയുന്നത് ബിഗ് എന്ന് ആലോചിച്ചാൽ മതി. സോ ബിഗ് എന്ന് പറയുമ്പോൾ USSR, ലാർജസ്റ്റ് കൺട്രി ഓർ ബിഗ്ഗസ്റ്റ് കൺട്രി USSR ആണ്. സോ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് USSRന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? ദുർഗാപൂർ. സോ റിമൈനിങ് ഉള്ളത് ഒരേ ഒരെണ്ണം മാത്രമാണ് ദുർഗാപൂർ. അത് ബ്രിട്ടന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ എങ്ങനെയാണ്? 1C 2A ആൻഡ് 3B. 1C 2A ആൻഡ് 3B. സോ ഓപ്ഷൻ B ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1C 2A ആൻഡ് 3B. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1C 2A ആൻഡ് 3B. വിജയദശമിയുടെ ഭാഗമായിട്ട് ദിശ അക്കാഡമി എല്ലാ ഓൺലൈൻ കോഴ്സസിനും SSC, RRB ആൻഡ് ബാങ്ക് എല്ലാ ഓൺലൈൻ കോഴ്സസിനും 20% ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ടൈം പീരീഡിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കോഴ്സസിനും ഈ ഒരു ഫ്ലാറ്റ് 20% ഓഫർ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈ ഓഫർ അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് വിജയ്20 ആണ്. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഓഫർ എല്ലാ കോഴ്സസിലും അവൈലബിൾ ആയിരിക്കും. ഈ ഓഫറിനെ കുറിച്ചോ അല്ല കോഴ്സിനെ കുറിച്ചോ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറിനെ കുറിച്ചും കോഴ്സസിനെ കുറിച്ചുള്ള ഫർദർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, during which plan was a green revolution initiated? ഗ്രീൻ റെവല്യൂഷൻ ഏത് പ്ലാന്റ് ടൈമിലാണ് ഇനിഷ്യേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, ഓപ്ഷൻ B സെക്കൻഡ് 5 ഇയർ പ്ലാൻ,
ഓപ്ഷൻ സി തേർഡ് 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി ഫോർത്ത് 5-year പ്ലാൻ. ഏത് 5-year പ്ലാന്റെ ടൈമിലാണ് ഗ്രീൻ റവല്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് 5-year പ്ലാൻ ആണ്. തേർഡ് 5-year പ്ലാന്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ റവല്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ തേർഡ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1961 മുതൽ 66 വരെയുള്ള പീരീഡ്. ഈ 1961 മുതൽ 66 വരെയുള്ള പീരീഡ് ആണെന്ത് തേർഡ് 5-year പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ റവല്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. 1966 ഈ ഒരു പ്ലാന്റെ അവസാനത്തോടു കൂടി 1966ലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ റവല്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ തേർഡ് 5-year പ്ലാനിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഗാഡ്ഗിൽ പ്ലാൻ ഓർ ഗാഡ്ഗിൽ യോജന എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗാഡ്ഗിൽ പ്ലാൻ ഓർ ഗാഡ്ഗിൽ യോജന. തേർഡ് 5-year പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗാഡ്ഗിൽ പ്ലാൻ ഓർ ഗാഡ്ഗിൽ യോജന. ഗാഡ്ഗിൽ പ്ലാൻ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന എന്നാണ് തേർഡ് 5-year പ്ലാനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. ആൻഡ് തേർഡ് 5-year പ്ലാനും ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെയാണ്. ഇറ്റ് ഓൾസോ ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തേർഡ് 5-year പ്ലാനും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ തേർഡ് 5-year പ്ലാൻ എന്ത് ചെയ്തു, ഫെയിലിയർ ആയിപ്പോയി. തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് തേർഡ് 5-year പ്ലാനിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ 1961 മുതൽ 66 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് മേജർ ആയിട്ടുള്ള യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തു. അതായത് സീനോ ഇന്ത്യ വോർ, ഇന്ത്യ ചൈന വോറും 1962 സീനോ ഇന്ത്യ വോർ, അതായത് ഇന്ത്യ ചൈന വോർ ഓഫ് 1962. അതുപോലെ തന്നെ 1965 ഇൻഡോ പാക് വോർ, 1965 ഇൻഡോ പാക് വോർ. ഈ രണ്ട് വോറുകളും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് 1965 ഇൻഡോ പാക് വോർ. ഈ രണ്ട് വോറുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈം പീരീഡിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് അലൊക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യേണ്ടി വന്നു, നമുക്ക് വോറിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തേർഡ് 5-year പ്ലാൻ ഫെയിലിയർ ആയി പോകുന്നത്. തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്ന ഫെയിലിയർ ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഈ രണ്ട് മേജർ വോർസ് ഫൈറ്റ് ചെയ്തു. സീനോ ഇന്ത്യ വോർ 1962 ഇന്ത്യ ചൈന വോറും 1965 ഇന്ത്യ പാകിസ്ഥാൻ വോറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which 5-year plan was terminated 1 year before its completion due to a change in government? ഗവൺമെന്റ് ചേഞ്ച് ആയത് മൂലം ആ ഒരു ടെന്യൂർ, ഒരു 5-year പ്ലാന്റെ ടെന്യൂർ അവസാനിക്കുന്നതിന് ഒരു വർഷം മുന്നേ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട 5-year പ്ലാൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് ചേഞ്ച് മൂലം 5-year പ്ലാന്റെ ആ ഒരു 5 വർഷത്തെ ടെന്യൂർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട പ്ലാൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 5th 5-year പ്ലാൻ, ഓപ്ഷൻ ബി 7th 5-year പ്ലാൻ, ഓപ്ഷൻ സി 6th 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി 4th 5-year പ്ലാൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5th 5-year പ്ലാൻ ആണ്. 5th 5-year പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ടെന്യൂർ കാലാവധി പൂർത്തിയാക്കുന്നതിന് ഒരു വർഷം മുന്നേ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. 5th 5-year പ്ലാൻ എന്ന് പറയുന്നത് 1974 മുതൽ 79 വരെയുള്ള പീരീഡിലേക്ക് ഡെവലപ്പ് ചെയ്ത പ്ലാൻ ആയിരുന്നു 5th 5-year പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ 5th 5-year പ്ലാന്റെ ആക്ച്വൽ ടെന്യൂർ എന്ന് പറയുന്നത് 1974 to 78 ആണ്. 1974 മുതൽ 78 വരെയുള്ള പീരീഡ് ആണെന്ത് 5th 5-year പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് 1974 മുതൽ 79 വരെ ഡെവലപ്പ് ചെയ്ത പ്ലാൻ ആയിരുന്നു. പക്ഷേ 1978 എന്ത് ചെയ്തു, അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ചേഞ്ച് ചെയ്തു. എമർജൻസിക്ക് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ഇലക്ഷനകത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് മെജോറിറ്റി നഷ്ടപ്പെട്ടു. ആൻഡ് പകരം 1978 എന്ത് ചെയ്തു, ഒരു പുതിയ ഗവൺമെന്റ് വന്നു. മൊറാർജി ദേശായിയുടെ ലീഡർഷിപ്പിലുള്ള, മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജനതാ പാർട്ടി ഗവൺമെന്റ്, മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജനതാ പാർട്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു, അധികാരത്തിലേക്ക് വരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 1978 പരാജയപ്പെടുന്നു. ആൻഡ് മൊറാർജി ദേശായിയുടെ ലീഡർഷിപ്പിലുള്ള ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അധികാരത്തിലേക്ക് വരുന്നു. ആൻഡ് ജനതാ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, 5th 5-year പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. 5th 5-year പ്ലാൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അങ്ങനെ ടെന്യൂർ 5 വർഷത്തെ ടെന്യൂർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ 5th 5-year പ്ലാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. സോ 5th 5-year പ്ലാന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 1974 മുതൽ 78 വരെയാണ്. എന്തുകൊണ്ടാണ് ഈ ടെന്യൂർ ഒരു വർഷം മുന്നേ സ്റ്റോപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് മാറി, പകരം ആര് വന്നു, ജനതാ ഗവൺമെന്റ് വന്നു അണ്ടർ ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാൻ ഒരു വർഷം മുന്നേ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The concept of rolling plan was introduced during the tenure of dash. റോളിംഗ് പ്ലാന്റെ കോൺസെപ്റ്റ് ഏത് പ്രൈം മിനിസ്റ്ററിന്റെ ടെന്യൂറിന്റെ ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി, ഓപ്ഷൻ സി മൊറാർജി ദേശായി ആൻഡ് ഓപ്ഷൻ ഡി വി പി സിംഗ്. ആരുടെ ടെന്യൂറിലാണ്, ഏത് പ്രൈം മിനിസ്റ്ററിന്റെ ടെന്യൂറിലാണ് റോളിംഗ് പ്ലാൻ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മൊറാർജി ദേശായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1978 എന്ത് ചെയ്യുന്നത്, മൊറാർജി ദേശായിയുടെ ലീഡർഷിപ്പിലുള്ള ജനതാ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് പവറിലേക്ക് വരുന്നത് 1978. സോ പവറിലേക്ക് വന്ന് ജനതാ ഗവൺമെന്റിന് ഈ ഒരു 5 year പ്ലാൻസ് എന്നുള്ള കോൺസെപ്റ്റിനോട് താല്പര്യമില്ലായിരുന്നു. 5 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് പോകുന്നതിനോട് ജനതാ പാർട്ടി ഗവൺമെന്റിന് താല്പര്യമില്ലായിരുന്നു. ആൻഡ് ജനതാ പാർട്ടി ഗവൺമെന്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു ടാർഗറ്റ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ആ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നോ, ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്തോ, എന്തൊക്കെയായിരുന്നു ഡ്രോബാക്സ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റീവും ടാർഗറ്റും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുവഴി പ്ലാൻ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഇതായിരുന്നു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു റോളിംഗ് പ്ലാന്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജനതാ ഗവൺമെന്റ് ആണ്, അണ്ടർ ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് ഒരു ഒബ്ജക്റ്റീവും ടാർഗറ്റും ഫിക്സ് ചെയ്യും. ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവും ടാർഗറ്റും അച്ചീവ് ചെയ്തോ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, പരിശോധിക്കും, എന്തൊക്കെയാണ് ഡ്രോബാക്സ് നോക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്കുള്ള ടാർഗറ്റും ഒബ്ജക്റ്റീവ്സും ഒന്ന് റിവൈസ് ചെയ്യും കഴിഞ്ഞ വർഷത്തെ പ്ലാനിന്റെ ബേസിസിൽ. ഇതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 1978 മുതൽ 1980 വരെയുള്ള ഈ ഒരു 2 വർഷക്കാലം മാത്രമാണ് റോളിംഗ് പ്ലാൻ എക്സിസ്റ്റൻസിൽ ഉണ്ടായിരുന്നത്. റോളിംഗ് പ്ലാന്റെ ടെന്യൂർ നോക്കിക്കഴിഞ്ഞാൽ 1978 മുതൽ 1980 വരെയുള്ള 2 വർഷക്കാലം മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, റോളിംഗ് പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980 എന്ത് ചെയ്യുന്നു, മൊറാർജി ദേശായി ഗവൺമെന്റിന് സപ്പോർട്ട് നഷ്ടപ്പെടുന്നു, മെജോറിറ്റി നഷ്ടപ്പെടുന്നു. ആ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഫോൾ ചെയ്യുന്നു. ആൻഡ് 1980 ആരെ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. അധികാരത്തിലേക്ക് വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, മൊറാർജി ദേശായി ഗവൺമെന്റ് റോളിംഗ് പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നു. പകരം എന്ത് ചെയ്യുന്നു, പുതിയൊരു 5 year പ്ലാൻ, 6th 5 year പ്ലാൻ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് IIT Kharagpur. First statement, it was the first IIT established in India. Second statement, it was established during the first 5 year plan. Third statement, it was set up with technical assistance from the United States. First, second and third. It was set up with technical assistance from the United States. Which of the statements are correct? Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, all of the above. IIT Kharagpurനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് വാസ് ദ ഫസ്റ്റ് IIT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ബിക്കോസ് IIT Kharagpur ആണ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ IIT എന്ന് പറയുന്നത്. 1951 എന്ത് ചെയ്യുന്നത്, IIT Kharagpur ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 5 year പ്ലാൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബിക്കോസ് ഫസ്റ്റ് 5 year പ്ലാൻ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, IIT Kharagpur എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് 5 year പ്ലാൻ അണ്ടറിൽ 5 IITs എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു IIT ആണെന്ത്, IIT Kharagpur എന്ന് പറയുന്നത്. IIT Kharagpurന് ശേഷം IIT ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തു, IIT മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, IIT ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തു, IIT മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, IIT കാൺപൂർ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ IIT ഡൽഹി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് 5 year പ്ലാൻ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട 5 IITs എന്ന് പറയുന്നത്. ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് IIT Kharagpur ആണ് 1951. അതിനുശേഷം IIT ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തു, മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, കാൺപൂർ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ ഡൽഹി എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഫസ്റ്റ് 5 year പ്ലാൻ അണ്ടറിൽ തന്നെയാണ് IIT Kharagpur എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് സെറ്റപ്പ് വിത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് IIT ഖരഗ്പൂർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോറിൻ കൺട്രിയുടെയും ഹെൽപ്പ് സ്വീകരിച്ചിട്ടില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആൻഡ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് 1 and 2 ഉള്ളി. ഓപ്ഷൻ എ 1 and 2 ഉള്ളിയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which of the following 5-year plans was removal of poverty and attainment of self-reliance the main objective? ഏത് 5-year plan അണ്ടറിലാണ് പോവർട്ടി റിമൂവലും അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് അറ്റൈൻമെന്റും ഒരു ഒബ്ജക്റ്റീവായിട്ട് ചൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തേർഡ് 5-year പ്ലാൻ, ഓപ്ഷൻ ബി ഫോർത്ത് 5-year പ്ലാൻ, ഓപ്ഷൻ സി ഫിഫ്ത്ത് 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി സിക്സ്ത് 5-year പ്ലാൻ. ഏത് 5-year പ്ലാൻ അണ്ടറിലാണ് പോവർട്ടി റിമൂവലും അതുപോലെ തന്നെ സെൽഫ് റിലയൻസിന്റെ അറ്റൈൻമെന്റും ഒരു ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഫിഫ്ത്ത് 5-year പ്ലാൻ. ഫിഫ്ത്ത് 5-year പ്ലാന്റെ മേജർ ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് പോവർട്ടി റിമൂവൽ ആണ്. പോവർട്ടി റിമൂവ് ചെയ്യുക ഓർ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നതായിരുന്നു ഫിഫ്ത്ത് 5-year പ്ലാന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതായിരുന്നു ജോലികൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്നതായിരുന്നു രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് 5-year പ്ലാന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1974 മുതൽ 78 വരെയുള്ള പീരീഡ് ആണ്. 1974 to 78 വരെയുള്ള പീരീഡ് ആണ് ഫിഫ്ത്ത് 5-year പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? പോവർട്ടി റിമൂവ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, സെൽഫ് റിലയൻസ് എന്ത് ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഫിഫ്ത്ത് 5-year പ്ലാന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ഒരു ഫിഫ്ത്ത് 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് DP ധർ ആണ്. DP ധർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിഫ്ത്ത് 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഓർ ഫോർമുലേറ്റ് ചെയ്യുന്നത് DP ധർ എന്നുള്ള ഒരു വ്യക്തിയാണ്. Next question, select the correct statement. First statement, the first 5-year plan was based on the PC Mahalanobis model. Second statement, Jawaharlal Nehru was the first deputy chairman of the planning commission. Third statement, the second 5-year plan was based on the PC Mahalanobis model. Fourth statement, the second 5-year plan was based on the Russian model introduced by Joseph Stalin. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കാം. ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ PC Mahalanobis മോഡൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഹാരോൾഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ്. ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ഹാരോൾഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്, ഡെപ്യൂട്ടി ചെയർമാൻ അല്ല. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ അല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇനി ആരായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്? ഇറ്റ് വാസ് ഗുൽസാരിലാൽ നന്ദയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ PC Mahalanobis മോഡൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക. സോ ഓപ്ഷൻ സി അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദി റഷ്യൻ മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് സ്റ്റാലിൻ. സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. Next question, how many Indian institutes of technology were started under the first 5-year plan? First 5-year plan under എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 5,
ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5 ആണ്. ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ 5 IITs എന്ത് ചെയ്യപ്പെട്ടു? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. IIT ഖരഗ്പൂർ ആയിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ IIT എന്ന് പറയുന്നത്. ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ IIT എന്ന് പറയുന്നത് IIT ഖരഗ്പൂർ ആണ് 1951. അതിനുശേഷം എന്ത് ചെയ്തു? IIT ഖരഗ്പൂരിനെ ഫോളോ ചെയ്ത് IIT ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ IIT മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം IIT മദ്രാസ് വന്നു. മദ്രാസിന് ശേഷം IIT കാൺപൂർ വന്നു. ആൻഡ് കാൺപൂരിന് ശേഷം IIT ഡൽഹി വന്നു. ഇതാണ് ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട IITs എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് 5-year പ്ലാനിന്റെ ആ ഒരു ടൈം പീരീഡ്, അതായത് 1951 മുതൽ 56 വരെയുള്ള പീരീഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഏക IIT എന്ന് പറയുന്നത് IIT ഖരഗ്പൂർ ആണ്. ബാക്കിയെല്ലാം ഈ ഒരു 5-year പ്ലാനിന്റെ ടെന്യൂർ അവസാനിച്ചതിന് ശേഷമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എന്താണ് ഇനിഷ്യൽ ഡെവലപ്മെന്റ് വരുന്നത് ഫസ്റ്റ് 5-year പ്ലാനിന്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which 5-year plan aimed at growth with social justice and equality? Growth with social justice and equality എന്നുള്ളത് ഏത് 5-year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് ഓർ എയിം ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 6th 5-year പ്ലാൻ, ഓപ്ഷൻ ബി 7th 5-year പ്ലാൻ, ഓപ്ഷൻ സി 8th 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി 9th 5-year പ്ലാൻ. ഏത് 5-year പ്ലാനിന്റെ എയിം ആയിരുന്നു ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 9th 5-year പ്ലാൻ ആണ്. സോ 9th 5-year പ്ലാൻ ആണ് കറക്റ്റ് ആൻസർ. 9th 5-year പ്ലാന്റെ എയിം ആയിരുന്നു ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് 9th 5-year പ്ലാൻ എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയുള്ള പീരീഡിലെ 5-year പ്ലാൻ ആണെന്ത് 9th 5-year പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ 9th 5-year പ്ലാൻ 9th 5-year പ്ലാന്റെ ടൈമില് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് AB വാജ്പേയി. AB വാജ്പേയി ആയിരുന്നു 9th 5-year പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. AB വാജ്പേയി വാസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി 9th 5-year പ്ലാൻ. 9th 5-year പ്ലാന്റെ ടൈമിൽ AB വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was the prime minister of India during the launch of the 4th 5-year plan? 4th 5-year പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി മൊറാർജി ദേശായി ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇവരിൽ ആരാണ് 4th 5-year പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവരിൽ ആരാണ് 4th 5-year പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 4th 5-year പ്ലാൻ. 4th 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1969 മുതൽ 74 വരെയുള്ള പീരീഡ്. 1969 മുതൽ 1974 വരെയുള്ള പീരീഡ് ആണെന്ത് 4th 5-year പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു 4th 5-year പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ 4th 5-year പ്ലാന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1969 എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ 14 മേജർ ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യുന്നത്. 14 മേജർ ബാങ്ക്സ് വേർ നാഷണലൈസ്. ഇന്ത്യയിലെ 14 മേജർ ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുന്നത് ഈ ഒരു 1969 വേർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1969. 1969 4th 5-year പ്ലാനിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ 14 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ലോഞ്ച് ചെയ്ത ഈ ഒരു 4th 5-year പ്ലാൻ അണ്ടറിൽ 1969 മുതൽ 74 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന 4th 5-year പ്ലാൻ അണ്ടറിലാണ് 14 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 14 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യപ്പെടുന്നത് നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, under which 5-year plan was a National Bank for Agriculture and Rural Development NABARD established? ഇതിൽ ഏത് 5-year പ്ലാന്റെ ടൈം പീരീഡിലാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 6th 5-year പ്ലാൻ, ഓപ്ഷൻ ബി 7th 5-year പ്ലാൻ, ഓപ്ഷൻ സി 8th 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി 9th 5-year പ്ലാൻ. ഏത് 5-year പ്ലാന്റെ അണ്ടറിലാണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്?
സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിക്സ്ത് 5-year പ്ലാൻ ആണ്. സിക്സ്ത് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ 1980 മുതൽ 85 വരെയുള്ള പീരീഡ് ആണെന്ത് സിക്സ്ത് 5-year പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പീരീഡിൽ ആണ് എന്ത് ചെയ്യുന്നത് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1982ലാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 1982. 1982ലാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അണ്ടർ ദ സിക്സ്ത് 5-year പ്ലാൻ. സിക്സ്ത് 5-year പ്ലാൻ അണ്ടറിൽ 1982ലാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ആൻഡ് ഈ നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലാണ്. അത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലാണ് 1982ൽ എന്ത് ചെയ്യുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ശിവരാമൻ കമ്മിറ്റി. അത് കൂടാതെ സിക്സ്ത് 5-year പ്ലാന്റെ മറ്റൊരു കീ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980ൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 6 ലാർജ് പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ 6 ലാർജ് അല്ലെങ്കിൽ 6 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ വീണ്ടും നാഷണലൈസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു 1980ലാണ്. സോ 6 ലാർജ് പ്രൈവറ്റ് ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1980. സോ ഫോർത്ത് 5-year പ്ലാൻ അണ്ടറിൽ 1969ൽ എന്ത് ചെയ്തിട്ടുണ്ട് 14 മേജർ ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്തായിരുന്നു, നാഷണലൈസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സിക്സ്ത് 5-year പ്ലാൻ അണ്ടറിൽ 1980ൽ എന്ത് ചെയ്തു വീണ്ടും ഒരു 6 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ എന്ത് ചെയ്തു നാഷണലൈസ് ചെയ്തു. അങ്ങനെ 2 തവണയായിട്ട് നാഷണലൈസ് ചെയ്യപ്പെട്ട ടോട്ടൽ ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. 20 ബാങ്കുകൾ എന്ത് ചെയ്തു 2 ഫേസുകളിലായിട്ട് 1969ൽ 14 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, 1980ൽ എന്ത് ചെയ്തു 6 മേജർ പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അങ്ങനെ 2 ഫേസിലായിട്ട് ടോട്ടൽ 20 ബാങ്കുകളാണ് എന്ത് ചെയ്തത് ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടത്. Next question. Which 5-year plan emphasize faster, sustainable and more inclusive growth? ഏത് 5-year പ്ലാൻ ആണ് ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്? ഓപ്ഷൻ എ 12th 5-year പ്ലാൻ, ഓപ്ഷൻ ബി 10th 5-year പ്ലാൻ, ഓപ്ഷൻ സി 8th 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി 9th 5-year പ്ലാൻ. ഏത് പ്ലാനിന്റെ എംഫസിസ് ആയിരുന്നു ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് 12th 5-year പ്ലാൻ. 12th 5-year പ്ലാൻ ഇന്ത്യയിലെ ലാസ്റ്റ് 5-year പ്ലാൻ ആയിരുന്നു എന്ത് 12th 5-year പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് 12th 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ ഒരു 12th 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. ആൻഡ് 12th 5-year പ്ലാൻ ആണ് ഇന്ത്യയിലെ അവസാനത്തെ 5-year പ്ലാൻ എന്ന് പറയുന്നത്. ബിക്കോസ് 2015 എന്ത് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ബോഡി അബോളിഷ് ചെയ്തു. 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ഈ ഒരു ബോഡി എന്ത് ചെയ്തു അബോളിഷ് ചെയ്തു. പകരം പുതിയൊരു ബോഡി ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് വാസ് നീതി ആയോഗ്. അതാണ് നീതി ആയോഗ്. 2015 പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നീതി ആയോഗ് എന്നുള്ള ഒരു ബോഡി എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്തു 5-year പ്ലാൻസ് എന്നുള്ള കോൺസെപ്റ്റും നമ്മൾ ഉപേക്ഷിച്ചു. 5-year പ്ലാൻസ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റും എന്ത് ചെയ്തു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു. ആൻഡ് നീതി ആയോഗ് എന്ന് പറഞ്ഞ് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് 2015 വരെയായിരുന്നു നമ്മുടെ 5-year പ്ലാൻസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. 2015 12th 5-year പ്ലാൻ പകുതിക്ക് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ 5-year പ്ലാൻസ് അവിടെ അവസാനിപ്പിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല 5-year പ്ലാൻസ് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് 5-year പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയയോ ഒരു കോൺസെപ്റ്റോ പോലും എന്ത് ചെയ്യുന്നില്ല ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Next question. Which 5-year plan was affected by the wars with China and Pakistan? 1962 ചൈനയായിട്ടുള്ള വോറും അതുപോലെ തന്നെ 1965 പാകിസ്ഥാനുമായിട്ടുള്ള വോറും ഏത് 5-year പ്ലാനെയാണ് അഫക്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെക്കൻഡ് 5-year പ്ലാൻ, ഓപ്ഷൻ ബി തേർഡ് 5-year പ്ലാൻ, ഓപ്ഷൻ സി ഫോർത്ത് 5-year പ്ലാൻ, ഓപ്ഷൻ ഡി ഫിഫ്ത്ത് 5-year പ്ലാൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തേർഡ് 5-year പ്ലാൻ.
തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1961 to 66 ഈ പീരീഡ് ആണ് എന്ത് തേർഡ് 5 ഇയർ പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് 1962 നമ്മൾ ചൈനയായിട്ട് ബോർ ഫൈറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 1965 പാകിസ്ഥാനുമായിട്ട് ബോർ ഫൈറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ബോർ ഫൈറ്റ് ചെയ്യുന്നത് മൂലം നമ്മൾ ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാനിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന റിസോഴ്സസ് എല്ലാം തന്നെ നമുക്ക് എവിടെ യൂസ് ചെയ്യേണ്ടി വന്നു, വോറിൽ യൂസ് ചെയ്യേണ്ടി വന്നു. അതുമൂലമാണ് എന്ത് ചെയ്യുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ ഒരു ഫെയിലിയർ ആയിട്ട് മാറുന്നത്. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പരാജയമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ രണ്ട് മേജർ വോറുകളാണ്, ചൈനയായിട്ടുള്ള സീനോ ഇന്ത്യ വോറും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഇൻഡോ പാക് വോറും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 5 ഇയർ പ്ലാൻസിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്